ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് ഭാരത് കോഫി ഹൗസിലാണ്. അമ്മയായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറുള്ളത്. ബിക്കോസ് അമ്മയ്ക്ക് വെജിറ്റേറിയൻ ഫുഡ്സാണ് കൂടുതൽ താല്പര്യം പുറത്തേക്കൊക്കെ വരുമ്പോൾ കഴിക്കാൻ. അപ്പോഴാണ് എൻ്റെ മുഖം ശ്രദ്ധിച്ചപ്പോഴത്തേക്കും വലിയൊരു കുരു സെറ്റായിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു കുരു വന്നേക്കുന്ന മുഖത്ത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസും എത്തി. ആദ്യം മസാല ദോശ കഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്ത കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയത് ഫൈനലി. ഈ പനീർ ബട്ടർ മസാല നല്ല ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര ഒരു മസാല ഫ്ലേവർ ആയിരുന്നു. പക്ഷെ അത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും സെറ്റാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴത്തേക്കും അയ്യോ ഇതെന്ത് ഇങ്ങനെയെന്ന് നമുക്ക് തോന്നും. പക്ഷേ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും സാധനം സെറ്റാണ്. ഞാനിത് പ്ലേറ്റിലേക്ക് ഇടുമ്പോഴത്തേക്കും അമ്മയുടെ അവിടെ പകുതി കഴിച്ച് തീരാറായി. കാരണം ഞാൻ ഈ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. അങ്ങനെ ഞാൻ എൻ്റെ ഭക്ഷണം വളരെ ആസ്വദിച്ചിരുന്ന് കഴിച്ചു ഗായ്സ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫൈനലി ഇവിടെ നിന്നൊരു ലൈമും കൂടെ ഓർഡർ ചെയ്തു. ലൈം അത്യാവശ്യം നല്ലതായിരുന്നു. ആ ഒരു കയ്പ്പ് ഉണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ ഈ ലൈം ജ്യൂസ് കഴിക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര കയ്പ്പാണ്. പക്ഷേ ഇവിടെ സൂപ്പറായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ രാധാകൃഷ്ണയിൽ വന്നു. ഇവിടെ നിന്ന് ഇത്തിരി ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി. പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് വീട്ടിൽ പോയി ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.